അമേരിക്കയും നമ്മളും തമ്മിലുള്ള സൈനിക കരാറിൻ്റെ ഭാഗമായിട്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ നമുക്ക് നൽകി തുടങ്ങിയിരുന്നു. അതിൻ്റെ അടുത്ത ബാച്ച് വരേണ്ട സമയത്ത് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നം, അതായത് തുർക്കി വഴി വരേണ്ട ഈ വിമാനത്തിന് വ്യോമപാത അനുവദിക്കുന്നില്ല. ശരിക്കും തുർക്കി കുറച്ച് കാലമായിട്ട് നമുക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ തുടർച്ചയായിരിക്കില്ലേ ഇതും? തുടർച്ചയാണ്. മാത്രമല്ല, ഈ ബോയിങ് കമ്പനിയിൽ നിന്നുള്ള ഈ രണ്ടാമത്തെയും അവസാനത്തെയും ബാച്ചാണ് 3 അപ്പാച്ചെ ഹെലികോപ്റ്റർ കയറ്റിയിട്ട് ഒരു ട്രാൻസ്പോർട്ട് വിമാനം ഇങ്ങോട്ട് വരുന്നു. അത് ലണ്ടനിലെത്തിയിട്ട് തുർക്കി വഴി ഇങ്ങോട്ട് വരേണ്ടതാണ്. പക്ഷെ എന്തു പറ്റി? തുർക്കി അനുവദിച്ചില്ല. ആ അപേക്ഷാ പത്രത്തിൽ അടയിരുന്നു തുർക്കി. എന്നിട്ട് മറ്റേ അപ്പാച്ചെ ഹെലികോപ്റ്റർ 3 കയറ്റി വന്ന ട്രാൻസ്പോർട്ട് വിമാനം തിരിച്ച്, അതിന് വേറെ പണിയുണ്ടല്ലോ, അത് തിരിച്ച് തുർക്കിയിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അമേരിക്കയിൽ നിന്നുള്ള ആയുധം, അപ്പാച്ചെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാലും നമ്മുടെ എയർഫോഴ്സിന് വേണ്ടി വരുന്നതാണല്ലോ, ആയുധമാണ്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധം ഇപ്പോ തുർക്കി തടഞ്ഞു. അത് തുർക്കിയും നമ്മളും തമ്മിലുള്ള വലിയ സംഘർഷം. ഇത് 1-ാം തീയതിയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഡോക്ടർ ഗാങ് തുർക്കിയിൽ നിന്നുള്ള ഇല്ലേ, അവിടെ നിന്ന് സ്പൈഡർ എന്ന് പറഞ്ഞ ഉസാക്ക നിയന്ത്രിച്ചു കൊണ്ടിരുന്നതാണ്. അപ്പോ തുർക്കിയിൽ നിന്ന് നിയന്ത്രിക്കുന്നതാണെങ്കിലും പാകിസ്ഥാന്റെ ISIയുടെ ആളാണ്. അപ്പൊ തുർക്കി ഈയുമായി പ്രശ്നം വരുന്നത് അപ്പോ അതിന് മുമ്പാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ തടഞ്ഞിരിക്കുന്നത്. വിവരം ഇപ്പോഴേ പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പോ ഇനിയിപ്പോ വേറെ റൂട്ട് കണ്ടുപിടിച്ച് അതുവഴി ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ബോയിങ് അയക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ. അപ്പോൾ AH-64E എന്ന് പറഞ്ഞ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് നവംബർ 1-ാം തീയതി ഇവിടെ എത്തേണ്ടിയിരുന്നത്. ഇതുമായിട്ട് ട്രാൻസ്പോർട്ട് വിമാനം ആന്റോണോവ് AN-124, അതിൻ്റെ സീരിയൽ നമ്പർ UR82008 AN-124 ട്രാൻസ്പോർട്ട് വിമാനം, അതിൻ്റെ അകത്ത് 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കയറ്റി അരിസോണയിലെ മേസ ഗേറ്റ്വേ എയർപോർട്ട്, അതിന് ഫീനിക്സ് മേസ എയർപോർട്ട് എന്നും പറയും, അരിസോണയിലെ വിമാനത്താവളത്തിൽ നിന്ന് ആണ് ഈ 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുമായിട്ട് പറന്നത്. അതിനു മുമ്പ് ഈ AN-124 വിമാനം ജർമ്മനിയിലെ ലീപ്സിഗിലായിരുന്നു. ലീപ്സിഗിൽ നിന്ന് അരിസോണയിലെത്തി ഈ 3 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും കയറ്റി യാത്ര ചെയ്ത് ലണ്ടനിൽ വന്നു. പിന്നെ തുർക്കി വഴി വരണം. അതിനാണ് അനുവാദം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്നത്. UK-യില് ബ്രിട്ടനില് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് എയർപോർട്ടിലാണ് ഈ AN-124 മറ്റേ അമേരിക്കയുടെ ബോയിങ്ങിന്റെ ലാൻഡ് ചെയ്തത്. റീഫ്യൂവൽ ചെയ്യണമായിരുന്നു, ഇന്ധനം വീണ്ടും നിറക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഈസ്റ്റ് മിഡ്ലാൻഡ്സ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. 8 ദിവസം അവിടെ കിടന്നു, തുർക്കിയുടെ അനുവാദവും പ്രതീക്ഷിച്ച്. തുർക്കി അനുവദിച്ചേ ഇല്ല. നവംബർ 8-ാം തീയതി ഇത് തിരിച്ചുപോയി. അപ്പോൾ ഇന്ത്യയിലേക്ക് വരാതെ തിരിച്ചുപോയി. ഇത് UK-യിലെ അമേരിക്കൻ താവളത്തിൽ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇറക്കി എന്ന് ഒരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടു. പക്ഷെ അത് വിശ്വസനീയമല്ല. അപ്പാച്ചെ ഹെലികോപ്റ്ററുമായി തന്നെ മടങ്ങി എന്നിട്ടത് ടോ ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ചിത്രമുണ്ട്, തിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ. അപ്പോൾ അപ്പാച്ചെ ഹെലികോപ്റ്ററുമായിട്ട് തന്നെയാണ് ഈ AN-124 ട്രാൻസ്പോർട്ട് ചരക്ക് വിമാനം പറന്നിരിക്കുന്നത്. എന്തുകൊണ്ട് മടങ്ങിപ്പോയി എന്നുള്ളത് സത്യത്തിൽ ഈ തുർക്കിയുടെ ഇൻവോൾവ്മെന്റ്, തുർക്കി അനുവാദിക്കാത്തത് കൊണ്ടാണെന്ന് ബോയിങ് പറഞ്ഞില്ല. ബോയിങ് പറഞ്ഞത് ഇന്ത്യൻ പട്ടാളവും അമേരിക്കൻ സർക്കാരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്, വേഗം ഞങ്ങൾ കരാർ പാലിക്കും. ചില ലോജിസ്റ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, യാത്ര പ്രശ്നങ്ങൾ ചിലതുണ്ടായി, ബാഹ്യ ഘടകങ്ങളാണ് കാരണം എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ഡയലോഗാ വിട്ടുകൊണ്ടിരിക്കുന്നത്. എയർഫോഴ്സിന്, ഇന്ത്യൻ എയർഫോഴ്സിന്
22 അപ്പാച്ചെ, കരസേനയ്ക്ക് 3 എണ്ണം, ഇങ്ങനെയായിരുന്നു കരാർ എന്ന്. അപ്പോൾ അവസാനത്തെ ബാച്ചിലെ 3 ഇന്ത്യയാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ തുർക്കിയുടെ ഇൻവോൾവ്മെന്റ് പറഞ്ഞില്ല ബോയിങ്ങിന്റെ പ്രസ്താവന കണ്ടിട്ട് പ്രതിരോധ വിദഗ്ധർ അന്വേഷിച്ചപ്പോഴാണ് തുർക്കി തടഞ്ഞതാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ വേറെ റൂട്ടിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8 ദിവസം കിടന്നല്ലോ. അതിൻ്റെ ഇടയ്ക്ക് AN-124 ചരക്ക് വിമാനത്തിന് വേറെ ദൗത്യം നിറവേറ്റേണ്ടി വന്നു. അതാണ് തിരിച്ചു പോകുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. UK അപ്പോൾ 2 സാധ്യതയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബ്രിട്ടനിൽ ഇടുക ഈ ചരക്ക് വിമാനം, അല്ലെങ്കിൽ ചരക്ക് മടക്കുക. ഓഗസ്റ്റില് ആദ്യത്തെ 3 അപ്പാച്ചെ ഇന്ത്യക്ക് തന്നിരുന്നു. ഓഗസ്റ്റില് വന്നിരുന്നു. ഇതേ വിമാനത്തിലാണ് വന്നത്, AN-124 വിമാനത്തിലാണ് വന്നത്. അത് തുർക്കി വഴിയാണ് വന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ തുർക്കി അനുവദിച്ചിരുന്നു. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അല്ലേ, കഴിഞ്ഞിട്ടാ. ജൂണിലല്ലേ ഓപ്പറേഷൻ സിന്ദൂർ, മെയ് ജൂൺ. അപ്പോൾ ഒക്ടോബറിൽ, അതിന് കാരണം എന്താ, ഒക്ടോബറിൽ കഴിഞ്ഞ മാസം ഇന്ത്യ തുർക്കി ദിന ചടങ്ങ് തുർക്കി എംബസിയിൽ നടന്നത് ഇന്ത്യ ബഹിഷ്കരിച്ചു. തുർക്കിയുടെ എംബസിയില് തുർക്കിയുടെ ദിവസം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യദിനം പറഞ്ഞിട്ട് തുർക്കി ഡേ, അത് നമ്മൾ ബഹിഷ്കരിച്ചു. നമ്മൾ വിളിച്ചിട്ട് പോയില്ല. പാകിസ്ഥാന് തുർക്കി നിരന്തരം പിന്തുണ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ബഹിഷ്കരിച്ചത്. അതിനോടുള്ള പ്രതികരണമാണ് ഈ നവംബർ 1-ാം തീയതി കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ കരാർ $600 മില്യൺ എന്ന് പറയുമ്പോൾ 1321 കോടി രൂപയുടെ കരാറാണ്. 2020 കരാർ ഒപ്പിട്ടത്. 6 അപ്പാച്ചെ AH-64E അതിനാണ് കരാർ. 2024 മെയ് ജൂണിൽ ആദ്യ ബാച്ച് വരേണ്ടതായിരുന്നു. അതാണ് ഓഗസ്റ്റിൽ വന്നത്. പിന്നെ ബാക്കി 3 നവംബറിൽ വരും എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. നവംബർ 1-ന് തന്നെ യാത്ര പുറപ്പെടുകയും ചെയ്തല്ലോ. AN-124 മേസ ഗേറ്റ്വേ എയർപോർട്ട്, അരിസോണയിലെ, അവിടെ നിന്ന് എത്തിയത് ജർമ്മനിയിലെ ലീപ്സിഗിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒക്ടോബർ 30-നാണ് യാത്ര തുടങ്ങിയത്. നവംബർ 8-ന് തിരിച്ചവിടെ അരിസോണയിലെത്തി. അപ്പോൾ ഈ അതായത് അപ്പാച്ചെ ഹെലികോപ്റ്റർ അവിടുത്തെ ബ്രിട്ടനിലെ വ്യോമതാവളത്തിൽ ഇറക്കിയെന്ന റിപ്പോർട്ടിൽ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ശരിയായിരിക്കില്ല, അപ്പാച്ചെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതിന്റെ തെളിവ് ഈ അപ്പാച്ചെ ഈ ടോ ചെയ്ത് അതിന്റെ ഹാങ്ങറിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രമുണ്ട്. പിന്നെ അതിന്റെ റോട്ടറുകൾ നീക്കുന്നതും നമുക്ക് കാണാം. F-250 ട്രക്കുകൾ ആണ് ഇതിനെ ടോ ചെയ്ത് അരിസോണയിലെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നത്. ഇതേസമയം പോളണ്ടിന് 2 അപ്പാച്ചെ ഈ ബോയിങ്ങിൽ നിന്ന് കിട്ടിയിരുന്നു ഇതേ കാലയളവിൽ. പോളണ്ടിന് ഒക്ടോബർ 30-നാണ് അവിടെ എത്തിയത്. 8 എണ്ണത്തിനാണ് പോളണ്ട് കരാർ കൊടുത്തിരുന്നത്. ഇന്ത്യയുടെ ആദ്യ ബാച്ച് വന്നത് ഈ അപ്പാച്ചെ അത് ജോധ്പൂർ വിമാനത്താവളത്തിലാണ് ഉള്ളത്, ആദ്യം വന്നത്. പിന്നെ ഏറ്റവും ഈ ആദ്യത്തെ അപ്പാച്ചെ റോട്ടറി വിങ് സ്ക്വാഡ്രൺ ആണ് ജോധ്പൂരിലുള്ളത്. ആദ്യത്തെ അപ്പാച്ചെ സ്ക്വാഡ്രൺ ആണുള്ളത്. ഇന്ത്യയുടെ ആദ്യ ബാച്ച് ഈ ഹെലികോപ്റ്ററുകൾ അപ്പാച്ചെ വന്നത് ജോധ്പൂരിലാണ്. നമ്മുടെ ആദ്യത്തെ അപ്പാച്ചെ റോട്ടറി വിങ് സ്ക്വാഡ്രൺ ജോധ്പൂരിൽ ഉണ്ട്, ആദ്യ സ്ക്വാഡ്രൺ അപ്പാച്ചയുടെ. നമ്മുടെ വ്യോമസേനയിൽ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഉള്ളത്. ടാങ്ക് ഇൻ ദി എയർ എന്നാണ് പറയുന്നത്, ആകാശത്തെ ടാങ്കുകൾ എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ഈ പത്താൻകോട്ട് ഒരു ബാച്ചുണ്ട്. പിന്നെ ജോർഹട്ടിൽ 2 എണ്ണം അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുണ്ട്. ജോർഹട്ട് എന്ന് പറയുന്നത് അസമിലാണ്. അപ്പോൾ തുർക്കി ഈ പാകിസ്ഥാനെ
താങ്ങി ഉം. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 370 കശ്മീർ പിൻവലിച്ചില്ലേ, അതെ. അപ്പോഴും അതിനെ അപലപിച്ചിരുന്നു ആ. തുർക്കി. ഉം. പിന്നെ എർദോഗൻ വന്നിട്ട് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ഉം. അപ്പോഴും അയാള് കശ്മീർ പ്രശ്നം എടുത്തിട്ടു. അവിടെ നടക്കേണ്ടത് ഹിതപരിശോധനയാണെന്ന് പറഞ്ഞിരുന്നു. ഉം. ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ചു ഉം. തുർക്കി ഉം. കശ്മീർ പ്രശ്നം. ഉം. പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ഉം. ആയുധങ്ങൾ കൊടുത്തു ഇല്ലേ, അതെ. ബറാക്ടർ ഡ്രോണുകൾ ഒക്കെ തുർക്കിയുടെ ഉണ്ടായിരുന്നു. അപ്പൊ തുർക്കിക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താല്പര്യങ്ങൾ ഇപ്പൊ ധാരാളം ഉണ്ട്. ഉം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു, മാലദ്വീപിന് ഒരു വൃദ്ധ യുദ്ധ കപ്പൽ സംഭാവന ചെയ്തിരുന്നു തുർക്കി. എന്നൊക്കെയുള്ള തുർക്കി. ഉം. അപ്പൊ പാകിസ്ഥാനൊക്കെ ഉപയോഗിച്ചിട്ട് ഇന്ത്യ സമുദ്രത്തിലെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ് തുർക്കി. മാത്രമല്ല നമ്മൾ അർമേനിയക്ക് നമ്മൾ ആയുധം കൊടുക്കുന്നു. അതെ. അർമേനിയയുടെ ശത്രുവായ അസർബൈജാന് തുർക്കി ആയുധം കൊടുക്കുന്നു. ഉം. അസർബൈജാനിൽ നിന്നുള്ള ഒരു വിമാനം ഉം. ഈയിടെ തുർക്കിയുടേത് ആ. തകർന്നിരുന്നു അല്ലേ, അതെ. 20 പേരോ മറ്റോ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അതെ. എന്തായാലും ആയുധങ്ങളുമായിട്ട് തുർക്കിക്ക് പോയ വിമാനമാകാനാണ് സാധ്യത. അസർബൈജാനിൽ നിന്നും മടങ്ങുമ്പോഴാണ് അല്ലേ ജോർജിയയില് അതെ. തകർന്നു പോയത്. ഉം. ജോർജിയയില് മുമ്പത്തെ സോവിയറ്റ് യൂണിയനിലെ ഉം. ജോർജിയയിൽ തകർന്നു പോയത്. അപ്പോൾ തുർക്കിയിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, കോൺഗ്രസ് ഉം. ഒരു ഓഫീസ് തുടങ്ങിയിരുന്നു അതെ. എന്നൊക്കെ. ആ. അപ്പൊ അതുകൊണ്ട് തുർക്കി നമ്മുടെ കണ്ണിലെ വലിയ കരടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.